back to my YouTube channel. Guys, today is 2nd of January. So നമ്മുടെ ഫുഡ് കൊച്ചിയിലെ സാധാരണ 1st of January ആണെങ്കിലും ഈ പ്രാവശ്യം കൊച്ചിൻ കാർണിവൽ 2nd of January ആണ്. And I'm so excited to shoot it and show it to you guys. നിങ്ങൾ കാണിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. I am so looking forward. എനിക്ക് ആക്ച്വലി ഹാഫ് ഡേ എടുക്കേണ്ടി വന്നു കാരണം I had work. ഞാൻ ന്യൂ ഇയർ ആയിരിക്കും എന്ന് വിചാരിച്ചു. ന്യൂ ഇയർ നമുക്കൊക്കെ ഹോളിഡേ ആയിരുന്നു. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഓടി തിരിച്ചു വരാം. ആൻഡ് ടുഡേ ഈസ് ഓൾസോ അനദർ വെരി വെരി സ്പെഷ്യൽ ഡേ. ഞാനും റോഹനും റിലേഷൻഷിപ്പായിട്ട് 4 വർഷമായി ഗൈസ്. 4 വർഷം. ഐ കനോട്ട് ബിലീവ് ഹൗ ഫാസ്റ്റ് ടൈം വെൻറ്റ്. പക്ഷേ ലാസ്റ്റ് 4 years എൻ്റെ ജീവിതത്തിലെ ബെസ്റ്റ് days, like literally the best days of my life ആണ്. And I'm so thankful for you, honey. Thank you, Jesus, for giving me my husband. I'm so thankful. നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ആൻഡ് നമ്മൾ പരിചയപ്പെട്ടിട്ട് ആക്ച്വലി കണ്ടിട്ട് ഇപ്പോൾ 10 വർഷമായി ഗൈസ്. ലൈക്ക് 10 വർഷം. 15 വയസ്സിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. നൗ വി ആർ 25. എന്നിട്ടും 6 വർഷം ഞങ്ങൾ മിണ്ടിയിട്ടില്ല കേട്ടോ. ഒരേ ക്ലാസ്സിൽ 2 വർഷം +1 +2 ഒരുമിച്ച് പഠിച്ചിട്ട് ഞങ്ങൾ മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. So it's very interesting and very surprising to everyone. We ended up together. എന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഷോക്കാണ്. നിങ്ങളോ എന്ന് ചോദിക്കണേ. എനിവേസ് നമുക്ക് കാർണിവൽ കണ്ടിട്ട് വരാം. ലെറ്റ്സ് ഗോ. അവിടെ വരെ വരില്ലല്ലോ പക്ഷേ കാർണിവല്. നമ്മുടെ ഞാലിപ്പറമ്പ് ജംഗ്ഷനിൽ ഓൾറെഡി തിരക്കായി. നമ്മളുടെ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. മമ്മിമാർ നടക്കുന്നു. അച്ഛൻ എവിടെ? അച്ഛൻ ഫ്രണ്ടിൽ പോയാ? അച്ഛൻ്റെ ഫ്രണ്ടിൽ പോകുന്നുണ്ട് മൈ ഹസ്ബൻഡ്. നമ്മുടെ ജംഗ്ഷൻ്റെ നടുക്ക് ബാരിക്കേഡൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ വെളിയിലോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കാരണം ഇതിന്നൊന്നും എത്തില്ല. എനിക്കാണെങ്കിൽ 7 മണിക്ക് പോക്കുണ്ട്. സോ നമ്മൾ അങ്ങോട്ട് നടക്കണയാ. 1 മണിക്ക് വെളിയിൽ നിന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 7 മണിയൊക്കെ ആവും നമ്മുടെ ജംഗ്ഷനിലെത്തുമ്പോൾ. സോ നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കണോ. ഓ മൈ ഗോഡ്, ഇത്രയും തിരക്ക് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇറ്റ്സ് നൈസ്. പീപ്പിൾ സ്റ്റിൽ ലവ് കാർണിവൽ ആൻഡ് ഓൾ. വീടിൻ്റെ മേളിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവിടെ സൈഡിലൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയത് ഈ സൈഡിലൊന്നും അധികം ആൾക്കാരില്ല. നമുക്ക് അതിലേക്കൂടി അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കാം. ഞാലിപ്പറമ്പിൽ നിൽക്കണമെന്ന് നൈസ് ബിക്കോസ് അവിടെ ആകുമ്പോഴേക്കും എല്ലാ ടാബ്ലോയും വരണേ. ഇവിടെയൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർ മിഡ് വേ ഒക്കെ കയറുള്ളൂ. പക്ഷെ അവിടെ എത്തുമ്പോൾ രാത്രി. ആനയോ ഇതാണ് അവരുടെ ഒറിജിനൽ തല. പാവങ്ങള്.
అన్నికెళ్ళి కొత్తున్నా పుల్లకెళ్ళి కొత్తున్నా బొచ్చకెళ్ళి కొత్తున్నా కళ్ళెళ్ళి కొత్తున్నామా വീഡിയോ രണ്ടുപേര് Oh my god. कितना गोली Maro. Diago Tamberande. Niti Kathama Buba. ഇതിന്റെ പുറത്ത് കണ്ടുപിടിച്ച് ഇത് തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ചക്കണോ? ഓക്കെ ബൈ. Happy New Year. Happy New Year. Happy New Year. Happy New Year. പുകയില്ല 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 മോളിലോട്ടോ ഇതാരാണ് പഴശ്ശിരാജയും സംഘമാണോ?
കൊണ്ടുവന്ന് അതുകൊണ്ട് റോഡിലൊന്നും കിട്ടാനും അളവൊക്കെ തെറ്റിയോണ്ട് ചിലപ്പോൾ അവരെ റിജക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ലതായിരുന്നു, പക്ഷെ അവരൊന്നും നോക്കി ചെയ്താൽ സിൽവസ്റ്റർ കൊച്ചൻ അവതരിപ്പിക്കുന്ന സർവമത സൗഹാർദ്ദ മനുഷ്യന്റെയും അവൻ അനുവദിക്കുന്ന ഭൂമിയുടെയും നന്മയാണ് എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനമെന്ന് നമുക്കറിയാം. ഓർക്കാം, ലോകതയുടെ അടയാളം സാഹോദര്യമാണ്. ഓരോ മത വൈരവും അക്രമവും യുദ്ധവും കൊലപാതകവും പെടുന്ന ടീം സിൽവസ്റ്റർ കൊച്ചിൻ അവതരിപ്പിക്കുന്ന സർവമത സൗഹാർദ്ദം ലോക സമാധാനത്തിനായി. മാനവികതയുടെ അടയാളം സാഹോദര്യമാണ്. ഓരോ മതത്തിനും മറ്റൊന്നിനെ അപേക്ഷിച്ച് വൈരുദ്ധ്യം മനുഷ്യന്റെയും അവൻ അധിവസിക്കുന്ന ഭൂമി പരസ്പര ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിക്കാൻ എന്നെയും നിന്നെയും ഐക്യത്തിലുള്ളവരും നന്മയുള്ള മനസ്സുകൾ കൊണ്ടുചേരുമ്പോൾ കുട്ടിയുമായി ഊരൂട്ടമ്പലം എന്ന വിദ്യാലയത്തിലേക്ക്. തുടർന്ന് നടന്ന സംഭവങ്ങൾ പിന്നീട് ഊരൂട്ടമ്പല ലഹള അല്ലെങ്കിൽ 90-ാം ആണ്ട് ലഹള എന്ന പേരിൽ അറിയപ്പെട്ടു. ആദ്യത്തെ കാർഷിക വിപ്ലവത്തിന്റെ തുടക്കവും ഇവിടെ നിന്നാണ്. ഒത്തിനും വരെ ഭീഷണിയാവുകയും ചെയ്യുന്നത് നിത്യസംഭവമായി മാറുന്ന കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വന്യമൃഗങ്ങളുടെ നഷ്ടമായതാവട്ടെ 14 കന്നുകാലികൾക്കും. ആന, കാട്ടുപന്നി, കുരശിയും ജീവിതവും നശിക്കും. രാജ്യതന്ത്രത്തിലും ഭരണത്തിലും അതിനെ ഇണക്കി ചേർക്കുകയും ചെയ്യും. കലാകാരന്മാരിൽ കലാകാരനായ
സ്വാതി തിരുനാൾ മഹാരാജാവിന് സമർഷണം Guys, that is my cousin Andy driving. Happy New Year! Oh, see. വിജയദശമി നാളിലെ വിദ്യാരംഭത്തോടു കൂടിയാണ് 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശ്രീ രാജരാജേശ്വരി ദേവി ആദിപരാശക്തിയുടെ Guys, ഇത് മൊത്തം നമ്മുടെ A to Zന്റെ ട്രെയിലേഴ്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇവർക്കായിരുന്നു ഫസ്റ്റ്. പരിവാരങ്ങളും സമേതം ദർശനത്തിനായി എഴുതുന്നു. ഇതൊക്കെ ഒരു ട്രെയിലറിലാണ്. ബാക്കിൽ നമ്മുടെ A to Zന്റെ ട്രെയിലർ തന്നെയാ. ഗായ്സ്, ഇതെന്താന്ന് നോക്കാം. ചൈനീസ് കുങ്ഫു. വാവ്, ബ്രൂസ് ലീ. Oh my god, guys, look at this. Guys, this is so cool. ഇതിന്റെ ഇടയിൽ ആംബുലൻസ് ഒക്കെ പോകുന്നുണ്ട്. പിന്നെ പോലീസുകാരെ ഞാൻ സമ്മതിച്ചോട്ടെ, എത്ര ദിവസമായി ഇപ്പൊ അവര് കഷ്ടപ്പെടണേ. ഇനിയുണ്ട് ഈ ആഴ്ച മൊത്തം പരിപാടികൾ ഉണ്ടാവും പരേഡ് ഗ്രൗണ്ടിലൊക്കെ. ഞാനിതിപ്പോ ഭയങ്കര സ്ലോ ആയിരുന്നു ഫ്ലോട്ടൊക്കെ വരാൻ. ഞാൻ അത് കാരണം ഇപ്പൊ മമ്മിനെ അച്ഛനായിട്ട് നടന്നെടുത്തു. റോഹനും മമ്മിയൊക്കെ തിരിച്ചു പോയി, അവർക്ക് മതിയായി. പിന്നെ റോഹനും വർക്ക് ഉണ്ട്. എനിക്കിപ്പോൾ ചെന്നിട്ട് കയറണം, ബാക്കി ഇനി വർക്ക് ഉണ്ട്. ഞാൻ ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചൈനീസ് കുങ്ഫു ആയിരുന്നു അവസാനത്തത്. ലാസ്റ്റ് രണ്ടെണ്ണം നമ്മുടെ ട്വിൽസെറ്റിന്റെ ട്രെയിലർ ആയിരുന്നു അല്ലേ? അവർക്കാണ് ലാസ്റ്റ് പ്രാവശ്യം. നമുക്ക് ചോദിക്കാം, അവർക്ക് തന്നെ ലാസ്റ്റ് പ്രാവശ്യം കിട്ടിയത്. ഈ പ്രാവശ്യം ഏതിനായിരിക്കും നിങ്ങൾ ഗസ്റ്റ് ചെയ്യും. ജയിച്ചിട്ട് ഞാൻ റിസൾട്ട് ഇതിന്റെ അവസാനം ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഗസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്, ടാബ്ലോ പിന്നെ ഫാൻസി ഡ്രസ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായത്, അതൊക്കെ നിങ്ങൾ പറയട്ടോ. ഡു കമന്റ്. ഇപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് കിടക്കണേ. ഇത്ര ആയിരുന്നു ഈ പ്രാവശ്യം ഉണ്ടായിരുന്നത്. എനിക്കൊന്നും ഫാൻസി ഡ്രസ് ഈ പ്രാവശ്യം കുറവായിട്ട് തോന്നി എന്തോ. കൊച്ചിൻ ജയകേരള. ഈ പ്രാവശ്യം നമുക്ക് നോക്കാം ആർക്കായിരിക്കും എന്നുള്ളത്. ഇതും സെയിം അവർ തന്നെയാണ് അല്ലെങ്കിൽ വേറെ ആൾക്കാരാ, നമുക്ക് നോക്കാം. നവരാത്രി 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശ്രീ രാജരാജേശ്വരി തിരക്ക് നോക്കൂ. ഇവിടെയൊക്കെ തിരക്ക് നോക്കൂ. രാജാക്കന്മാരിലെ കലാകാരാമത്തെ വയസ്സിൽ തന്നെ സംഗീതത്തിന്റെ അപൂർവമായ മഞ്ഞുമൽ വോയിസിന്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ദേ പുട്ട് സോ മച്ച് എഫേർട്ട് ആൻഡ് എനിക്ക് പരിചയമുള്ള കുറെ പേരുണ്ടായിരുന്നു, which is so good. ഇത് സൂപ്പർ. ഇതിനെ ഇട്ടാലേ ജംഗ്ഷനിലെ തിരക്ക് നോക്കി ഇവിടെ നിന്നായിരുന്നെങ്കിൽ നമ്മൾ പെട്ട് പോകാനും.
പ്ലോട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി വീട്ടിൽ പോയിട്ട് പറയാം. ഗൈസ്, നമ്മൾ തിരിച്ച് വീട്ടിൽ പോണെയാണ്. രാത്രി പരിപാടിയാണ് കേട്ടാ. ഓ മൈ ഗോഡ്, ഐ തിങ്ക് they won. Hey, she's excited. Oh nice. അങ്ങനെ കാർണിവലും കഴിഞ്ഞു. റോഡിലെന്ന് ഇപ്പൊ തിരക്ക് കുറഞ്ഞു. ഇനിയിപ്പോ സാറ്റർഡേ സൺഡേ ഉണ്ടാവും. വെളിയിൽ ഇന്നും തിരക്കുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ നാളെ മറ്റന്നാളൊക്കെ DJ ഉണ്ട്. ഇനിയും ഉണ്ടാവും തിരക്ക്. ഞങ്ങളൊന്ന് വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയതാ. തണുത്തിട്ട് നിൽക്കാൻ പറ്റും. കടകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലേ. കുറച്ചാൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ജയിച്ചവര് പോണതിന് കാണാനൊരു ഭാഗ്യം കിട്ടിയല്ലേ. That's so nice. I think ഇവിടെ ഇപ്പോഴും പപ്പാനയുടെ ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഇനി ഉണ്ടാക്കുന്നുണ്ടോ എന്നെനിക്ക് അറിയില്ല. ഇവിടെ കുറെ സിംഗേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡു കമൻറ്റ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ഇഷ്ടമായതെന്ന് ഡു കമൻറ്റ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ഓഫ് യു ആൻഡ് ഐ വിഷ് യു ഗൈസ് ഹാവ് എ വെരി വെരി ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം, ഇനി വരാനുള്ള വർഷമൊക്കെ നിങ്ങൾക്ക് നല്ലതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലോട്ട്സ് ഓഫ് ലവ്. ബൈ ബൈ.